ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീക്ക്ലി ക്ലീനിങ് റുട്ടീനാണ്. അതായത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ചായ കുടിക്കുന്ന ശീലമുണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ചായ കുടിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് കേട്ടോ കിച്ചണിലേക്ക് കയറുന്നത്. അപ്പോൾ കുറച്ച് റിലാക്സൊക്കെ ചെയ്ത് അങ്ങനെ പതുക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ മോൾക്ക് രണ്ടാമത്തെ ആൾക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മോള് പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ മോൾക്കും ചായ ഉണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം അപ്പോൾ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എഗ് റോസ്റ്റും വെള്ളയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള എഗ്ഗ് ഞാനൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി അത് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടും. എഗ്ഗും ബോയിലായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ സവാള വഴന്നതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഇട്ടുള്ളൂ. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതും എല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കട്ടിയുള്ള ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് എഗ്ഗും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ നല്ലപോലെ തിളപ്പിക്കില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതിനുശേഷമാണ് എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളയപ്പം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വെള്ളപ്പൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലാണ്. അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലീനിങ്ങിലേക്കാണ് കേട്ടോ ഞാൻ കയറിയിട്ടുള്ളത്. മിക്കവാറും ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ലഞ്ചും റെഡിയാക്കാറാണ് ചെയ്യാറുള്ളത്. ചില ദിവസങ്ങളിൽ ഇതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങൾ ചെയ്തിടാണെങ്കിൽ നമുക്കും ഒരു റിലാക്സ് ആയിട്ട് തന്നെ കിച്ചണിൽ ഓരോ പണികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. ഇനിയിപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ തന്നെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. അല്ലെങ്കിൽ രാവിലെ തന്നെ എല്ലാ പണികളും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കിച്ചണിലെ പണികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ളതൊന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാനൊന്ന് മിഷ്യത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മാറ്റുകളും ബാത്റൂമിൻ്റെ ഫ്രണ്ടിലിടുന്ന മാറ്റും അങ്ങനെ എല്ലാ മാറ്റും ഞാൻ അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് ചേഞ്ച് ചെയ്തിടാനുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സെറ്റിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രഷ് കൊണ്ടാണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ ഞാൻ വാക്യൂം ക്ലീനർ കൊണ്ട് അങ്ങനെയാണ് കേട്ടോ സെറ്റ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് ഫ്ലോറൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പുൽത്തൈലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ അതുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ മോപ്പ് നല്ലതാണോ അങ്ങനെ കമൻറ്റിൽ ചോദിക്കാറുണ്ട് കേട്ടോ പലരും. അപ്പോൾ ഇപ്പോൾ ഒരു 3-4-5 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മറ്റുള്ള മോപ്പുകളൊക്കെ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തെങ്കിലും എനിക്ക് ഒരു കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ മോപ്പാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് ഇതാണ് കേട്ടോ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ 1-2 മോപ്പുകൾ വേറെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ഉപയോഗിച്ചിട്ട് അത് മാറ്റിയിട്ടിട്ട് പിന്നെ ഇത് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു 2ാമത്തെ മോപ്പാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ ഇതുപോലെ 2 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറ്റിയിട്ട് പിന്നെ വേറെ ഇത് വാങ്ങിച്ചതാണ്. അങ്ങനെ മൊത്തത്തിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മാറ്റുകളെല്ലാം അതും ചേഞ്ച് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള മീൻ ഞാനൊന്ന് ഫ്രീസറിൽ നിന്നെടുത്ത് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു.
ഇനിയിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഐസ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മത്തങ്ങയും ചെറുപയറും കൂടി തേങ്ങ അരച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ മത്തങ്ങ ഞാനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻകറി ഞാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. കേരയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുളകിട്ടാണ് വെക്കുന്നത്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ക്രഷ് ചെയ്തിട്ട് അത് വഴറ്റിയിട്ട് അതിലേക്ക് പൊടികളിട്ട് മൂത്തതിന് ശേഷം തക്കാളി ഞാനന്ന് മിക്സിയിട്ട് അരച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറി നല്ല തിക്നെസ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തക്കാളി അങ്ങനെ അരച്ച് ചേർത്തത്. അപ്പോൾ നമ്മുടെ ക്യാബേജും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാബേജിലേക്ക് ഒരു ചെറിയ ക്യാരറ്റും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ചു. അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തേങ്ങ ക്രഷ് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉള്ളിയും ജീരകം ചെറിയ ജീരകം 2-3 കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ വെച്ചിട്ട് നടുക്ക് ഇട്ടിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് എന്നിട്ട് മൂടി വെച്ച് വേവിച്ചിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മത്തങ്ങയും ചെറുപയർ വേവിച്ചതും കൂടി ഞാനൊരു പാനിലേക്ക് കടുക് പൊട്ടിച്ചിട്ടാണോ അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് അരപ്പും കൂടെ ചേർത്തിട്ട് അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങയും ചെറുപയറും കറിയും അതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് എക്സാം ഉണ്ട്. അപ്പോൾ മോൾക്കുള്ള ഫുഡൊന്ന് എടുക്കുകയാണ്. അങ്ങനെ ഫ്രഷാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് റിലാക്സൊക്കെ ചെയ്താണ് ഞാൻ പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി ഒന്ന് റെഡിയാക്കിയിടുകയാണെങ്കിൽ അതും കൂടെ കഴിഞ്ഞാലാണല്ലോ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ ബെഡ്റൂമിലെയും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ബെഡ്ഷീറ്റും തന്നെ ആഴ്ചയിൽ 2 ദിവസം ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഫ്ലോറ് തുടക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു 1.5 വെച്ചാണെങ്കിലും ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ബെഡ്ഷീറ്റാണ്. കുറച്ചായിട്ടോ ഞാൻ ഈ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ട്. ഞാൻ വാങ്ങിയ സമയത്ത് ഇതിന് 500 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനത് ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് വാങ്ങുന്ന സമയത്ത് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനത് വിരിച്ചിടാറുള്ളത്. ഫസ്റ്റ് വാഷ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ബെഡ്ഷീറ്റ് തന്നെയാണ്. കോട്ടൺ ആണ് ഇതിൻ്റെ ക്ലോത്ത് വരുന്നത്. അതുപോലെ 2 പില്ലോ കവറും പിന്നെ 2 കുഷ്യനാണ് കേട്ടോ ഇതിൽ വരുന്നത്. അങ്ങനെ 5 പീസ് വരുന്ന ഒരു ബെഡ്ഷീറ്റിൻ്റെ സെറ്റാണ്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല ബെഡ്ഷീറ്റാണ്. അതുപോലെ പ്രൈസ് ആണെങ്കിലും നല്ല വർത്തായിട്ടുള്ള പ്രൈസാണ്. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കലാണ്. ഇതിപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് കേട്ടോ ഞാനിത് ചെയ്യലുള്ളത്. അകത്തിരിക്കുന്ന പ്ലാന്റ്സ് മാറ്റിയിട്ട് പുറത്ത് വെച്ചിരിക്കുന്നത് പ്ലാന്റ്സ് കൊണ്ടുവന്ന് അങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതേപോലെ ചെയ്താലാണ് നമ്മുടെ പ്ലാന്റ്സ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു പ്ലാന്റ്സിനെ നമ്മൾ സ്ഥിരമായിട്ട് അകത്ത് വെച്ചാൽ ആ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ഇനിയിപ്പോൾ സ്നേക്ക് പ്ലാന്റൊക്കെ ആണെങ്കിൽ കുറേ നാൾ അകത്തിരുന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ മാറ്റാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുക, പ്ലാന്റ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.